നമ്മുടെ സഭയുടെ കലണ്ടറിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ സ്വർഗാരോഹണ പെരുന്നാൾ വ്യാഴാഴ്ച കഴിഞ്ഞു. സ്വർഗാരോഹണത്തിന് ശേഷം 10 ദിവസം വിശുദ്ധ ശ്ലീഹന്മാർ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിനായി കാത്തിരുന്ന കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ്. അടുത്ത ഞായറാഴ്ചയാണ് പെന്തക്കോസ്തി പെരുന്നാൾ. പെന്തക്കോസ്തി പെരുന്നാൾ സഭ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. അതായത് നമ്മുടെ ഈ ലൈവിൽ നമ്മൾ ഇതുവരെയും ഡീല് ചെയ്യാത്ത ഒരു ദുരുപദേശം ഉണ്ട്. അത് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് എന്ന വിഭാഗമാണ്. ശബത്ത് ആചരണത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. അവര് വളരെ വ്യാപകമായി ലഘുലേഖകൾ വിതരണം ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആളുകളെ ക്യാൻവാസ് ചെയ്യാറുണ്ട്. അതിന് അവർ പറയുന്നത് ദേശീയ ഞായറാഴ്ച നിയമം എന്ന പേരിൽ അവരൊരു ബുക്ക്ലെറ്റ് വിതരണം ചെയ്യാറുണ്ട്. അതിൽ അവരുടെ ആരോപണം ശനിയാഴ്ചയാണ് ആരാധനയുടെ ദിവസം, എന്നാൽ റോമിലെ മാർപ്പാപ്പ അത് ഞായറാഴ്ചയാക്കി മാറ്റിയെന്നാണ്. എന്നാൽ പരിശുദ്ധ റൂഹ കാത്തിരുന്ന ശ്ലീഹന്മാരുടെ മേൽ വന്നത് ഒരു ഞായറാഴ്ചയായിരുന്നു. അപ്പം അതുകൊണ്ട് അടുത്ത ഞായറാഴ്ചയാണ് പെന്തക്കുസ്ത ഞായറാഴ്ചയാണ്. അത് സെവന്ത് ഡേയിൽ പെട്ടിരിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നത് പോലെയല്ല. അപ്പോൾ ധാരാളം കുഴികളുണ്ട്, ചതിക്കുഴികൾ. അതിനകത്ത് ഇങ്ങനെ ആളുകൾ പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നടത്തുന്ന പ്രബോധനങ്ങൾക്ക് പലരും പ്രതികരിച്ചു വന്നു. എന്നാൽ ആ പ്രതികരിച്ച് വന്നവരൊക്കെ കൂടുതലും നമ്മൾ കണ്ടത് നിങ്ങൾക്കെല്ലാം കാണാവുന്നതാണ്. പ്രതികരിക്കുന്ന ആളുകളൊക്കെ സംവരണ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്? കാരണം ഗവൺമെന്റ് ഏജൻസികൾ നടത്തിയ പഠനത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിലും തിരിച്ചറിയുന്നതിലും അവർക്കൊരു മാന്യമുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് അവർക്ക് സംവരണം. അതുപോലെ PSC പരീക്ഷയ്ക്ക് പോലും ഗ്രേസ് മാർക്ക് കൊടുക്കുകയാണ്. കാരണം PSC പരീക്ഷയ്ക്ക് കൂടുതലും GK ക്വസ്റ്റ്യൻസാണ്, ജനറൽ നോളജ്. അപ്പം ജനറൽ നോളജ് പോലും ഗ്രഹിക്കാനുള്ള അവരുടെ ആ മാന്യം, ആ മന്ദതയെ കണക്കിലെടുത്ത് ഗ്രേസ് മാർക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ വീഡിയോയ്ക്ക് എനിക്കെതിരെ വന്ന മുഴുവൻ പ്രതികരണങ്ങൾ നിങ്ങൾ നോക്കുക. ജനറൽ കാറ്റഗറിയിൽ നിന്ന് ഒരു സിംഗിൾ പേഴ്സൺ പോലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കാരണം അവർ പ്രതികരിക്കത്തില്ല. കാരണം ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് ഗ്രാഹ്യശേഷി കൂടുതലാണ്. അതുകൊണ്ട് അവർ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയവർ, അതെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കി. പെട്ടെന്ന് കാര്യങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ വിഭാഗത്തിലുള്ള ആളുകൾ വളരെ സ്ലോ ആണ്. അതുകൊണ്ട് അവർ വളരെ സ്ലോയിൽ ഇത് മനസ്സിലാക്കി. അതുകൊണ്ട് അവർ ഈ പ്രതികരിച്ചുകൊണ്ടിരിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു ചുരമാന്തലാണ്. അവർക്ക് വേറെ നിലനിൽപ്പില്ല. അപ്പൊ ഇങ്ങനൊരു സംവിധാനം ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നുമില്ലാത്ത അവര് ഇതിനകത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇത് ദുരുപദേശമായാലും കുഴപ്പമില്ല, തൃത്വം ശരിയല്ലെങ്കിലും അവർക്ക് കുഴപ്പമില്ല. അവർ ചോദിക്കുന്നത് ഇത് എന്തിനാ ശരിയാകുന്നത്? പക്ഷേ ശരിയായ സ്തുതി ചൊവ്വാക്കപ്പെട്ട ആരാധന നഷ്ടപ്പെടുത്തിയവർക്കാണ് അത് വിഷയം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കണം. വളരെ കൃത്യമായ അപ്പോസ്തോലിക സഭ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരുന്ന അപ്പോസ്തലന്മാരും അവരുടെ നേർ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാരുടെ നേർ ശിഷ്യന്മാരായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അന്ത്യോക്യയിലെ ഇഗ്നാത്തിയോസ്,
അതുപോലെ പൊളികാർപ്പസ്, സ്മിർണ സഭയുടെ അധ്യക്ഷനായിരുന്ന പൊളികാർപ്പസ്, റോമാ സഭയുടെ അധ്യക്ഷനായിരുന്ന ക്ലെമന്റ്, അങ്ങനെയൊക്കെയുള്ള ഒരു അപ്പോസ്തലന്മാരുടെ നേർശിഷ്യന്മാരാണ്. അപ്പോസ്തലന്മാർ പകർന്നു കൊടുത്ത വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവരാണ്. അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റവരാണ്. പിന്നീട് അവരുടെ ശിഷ്യന്മാരാണ്. അപ്പൊ ആ സത്യവിശ്വാസത്തെ ഉറപ്പിച്ച, അതാണ് സ്ട്രെയിറ്റ്, റൈറ്റ്, അപ്രൈറ്റ്, അതാണ് ഓർത്തോ. ഡോക്സ എന്ന് പറഞ്ഞ സ്തുതിയാണ്. ഓർത്തഡോക്സ എന്ന് പറഞ്ഞാൽ സ്തുതി ചൊവ്വാക്കപ്പെട്ട സഭ. ഓർത്തഡോക്സ് എന്ന് പറഞ്ഞ അർത്ഥം അതാണ്, സ്തുതി ചൊവ്വാക്കപ്പെട്ട. ഓർത്തോ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ്, അല്ലെങ്കിൽ റൈറ്റ്, അല്ലെങ്കിൽ അപ്രൈറ്റ്, ഇത് അർത്ഥമാണ്. ഗ്രീക്കിലെ ഓർത്തോ എന്ന് പറഞ്ഞതാണ്. ഡോക്സ എന്ന് പറഞ്ഞാൽ സ്തുതിയാണ്. അപ്പൊ ആരാധന, ചൊവ്വയുള്ള ആരാധന, ശരിയായ ആരാധന, അതാണ് ഓർത്തഡോക്സ്. അപ്പൊ ആ ശരിയായ ആരാധനയെ നഷ്ടപ്പെടുത്തിയ ആളുകൾ, നഷ്ടപ്പെടുത്തിയിട്ട് ഈ കുറഞ്ഞ ആരാധന സമ്പ്രദായത്തിലേക്ക് മാറിയവർ, അവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ മികച്ച ആരാധനയുള്ളവരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ആരാധനയാണ് ഏറ്റവും കൃത്യവും ശ്രേഷ്ഠവുമായ ആരാധന. അതുകൊണ്ട് മറ്റൊരു ആരാധന സമ്പ്രദായത്തിലേക്ക് മാറുന്നതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞ് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾ തന്നെ നോക്കുക, വിലയിരുത്തുക. ഇതിനുശേഷം വന്ന മുഴുവൻ പ്രതികരണങ്ങളും ഞാൻ ഈ പറഞ്ഞതുപോലെ സംവരണ വിഭാഗത്തിൽ നിന്നുള്ള പ്രതികരണങ്ങളാണ് വന്നിരിക്കുന്നത്. ജനറൽ കാറ്റഗറിയിൽ നിന്ന് ആരും പ്രതികരിച്ച് കാണുന്നില്ല. കാരണം ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് ഗ്രഹണശേഷി കൂടുതലാണ്. ദേ ആർ വെരി ക്വിക്ക് ടു ലേൺ. അത് നമുക്ക് ഒരിക്കൽ കൂടെ തെളിഞ്ഞു. അപ്പോൾ സഭയുടെ ക്രമീകരണം അനുസരിച്ച് പെന്തക്കോസ്ത് പെരുന്നാളാണ് അടുത്ത ഞായറാഴ്ച. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന 10 ദിവസങ്ങളെ അനുസ്മരിക്കുന്നു. അടുത്ത ഞായറാഴ്ച പെന്തക്കോസ്ത് പെരുന്നാളാണ്. നമ്മൾ പെന്തക്കോസ്തിലെ പെരുന്നാളിനെ കുറിച്ച്, പെന്തക്കോസ്തിയെ കുറിച്ച് കുറെ കൂടെ വിശദമായിട്ട് അടുത്ത ആഴ്ച നമ്മൾ ചിന്തിക്കും. ഈ കമ്മിങ് ഡേയ്സിൽ ഈ ദിവസത്തിൽ പ്രേക്ഷിപ്പിച്ചു ദയ ചെയ്തിടണമേ. നിർമ്മലരൂഹായ ധന്യ സ്നേഹ ഈ ദിവസത്തിൽ പ്രേക്ഷിപ്പിച്ചു ദയ ചെയ്തിടണമേ. വിമലാത്മം സ്നേഹന്മാരിലിറങ്ങി അവരെ വാഴ്വൻ നിറവുള്ളോരാക്കി ദേവാ ദയ ചെയ്തിടണമേ. പ്രേക്ഷിപ്പിച്ച പരിശുദ്ധാത്മാത്തെ ഞങ്ങൾക്കുൾക്കൺ തെളിവേകുക ദേവാ ദയ ചെയ്തിടണമേ. വിമലത ഞങ്ങൾക്കേവർക്കും നൽക രക്ഷകനേ നിൻ ജീവദരൂഹായാൽ ദേവാ ദയ ചെയ്തിടണമേ. ശുദ്ധിയും ശിഷ്യ സമൂഹത്തിനായി തീനാവുകളെ പാകം ചെയ്തോനേ ദേവാ ദയ ചെയ്തിടണമേ. സംവൃതരാം സ്നേഹർക്കെരുതിനാവായി പരിശുദ്ധാത്മാവിനെ ഭാഗിച്ചു ദേവാ ദയ ചെയ്തിടണമേ. സുവിശേഷം ഘോഷിപ്പാൻ റൂഹായ ശ്ലീഹന്മാരെ വിജ്ഞാനികളാക്കിയ ദേവാ ദയ ചെയ്തിടണമേ. ബാറക്കുമോ മെൻവോലം വാദ
പരിശുദ്ധാത്മാവിനെ വന്ദിക്കാം ദേവാ, ദയ ചെയ്തിടണമേ. ഇതൊരു പ്രാരംഭ ഗീതമാണ്. അടുത്ത ഞായറാഴ്ചയാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. പള്ളിയിൽ പോകുന്നവർ മനസ്സിലാക്കണം, വെച്ചാൽ ലോങ് സർവീസാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ആഴ്ച നമ്മൾ ആ സർവീസിലെ കൂടുതൽ പ്രയറുകൾ, പാട്ടുകളൊക്കെ ചിന്തിക്കുന്നതാണ്. ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട പ്രാർത്ഥനകളാണ്, പാട്ടുകളാണ്. അല്ലാതെ തമിഴ് സിനിമാ പാട്ടിൻ്റെയും ഹിന്ദി സിനിമാ പാട്ടിൻ്റെയും പാരഡികൾ എഴുതിയതല്ല. തമിഴ് സിനിമാ പാട്ടിൻ്റെ ഹിന്ദി സിനിമാ പാട്ടിൻ്റെയും പാരഡി കുറെ എഴുതി പാരഡി ഗാനങ്ങൾ പാടി നടക്കുന്നവരുണ്ട്. സിനിമ കാണരുതെന്നാണ് പറയുന്നത്, പക്ഷെ സിനിമാ പാട്ടിൻ്റെ ട്യൂണിലാണ് പാട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനൊക്കെയുള്ള തെളിവുകൾ ധാരാളം നമ്മൾ ഇതിനോടകം തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള ചെപ്പടി വിധികളല്ല, ഇതെല്ലാം പ്രാർത്ഥനയുടെ തീച്ചൂളയിൽ വിശുദ്ധ പിതാക്കന്മാർ രചിച്ച ഗീതങ്ങളാണ് നമ്മൾ ഈ കേൾക്കുന്നത്. ദൈവത്തോടുള്ള അപേക്ഷ, പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ദിവസങ്ങളാണിത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ വായിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടെക്സ്റ്റ് യോഹന്നാന്റെ സുവിശേഷം 14, 15, 16, 17 ഈ 4 അധ്യായങ്ങൾ തുടരെ ആവർത്തിച്ച് വായിക്കണം. കാരണം ഈ നാളുകളിൽ ഉണ്ടാകുന്ന ദുരുപദേശങ്ങൾ, അവയ്ക്കെതിരെ ഫലപ്രദമായ ചെറുത്തുനിൽപ്പിന് നിങ്ങളെ പര്യാപ്തമാക്കാൻ ഈ വേദഭാഗങ്ങൾക്ക് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 14 മുതൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ യേശു കർത്താവ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി വളരെ വിശദമായിട്ട് സംസാരിക്കുകയാണ്. മറ്റ് ആളുകളിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ നല്ലത് യേശു കർത്താവിൽ നിന്ന് പഠിക്കുന്നതാണ്. യേശു കർത്താവ് നേരിട്ട് പറയുകയാണ്, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ആ ബന്ധത്തെക്കുറിച്ച് വ്യക്തമായി പറയുകയാണ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുത്ത് ചേർത്തുകൊള്ളും. അപ്പൊ അവിടുന്ന് താഴോട്ട് വരുമ്പോൾ പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധമാണ്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് അന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ നോക്കി, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. ഇതാണ് ട്രിനിറ്റിയുടെ രഹസ്യം. പെരികൊറോസിസ് എന്ന് പറഞ്ഞാൽ ഡിവൈൻ ഡാൻസ് ആണ്, സ്വർഗീയ നടനം, ഡിവൈൻ ഡാൻസ്. ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, അവരുടെ ഇടയിൽ യാതൊരു രഹസ്യങ്ങളും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പെർഫെക്റ്റ്ലി ട്രാൻസ്പെറന്റ്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ്. പിതാവിനിലും ഞാൻ പിതാവിലും പരിശുദ്ധാത്മാവ്. പിതാവ് പുത്രനെ സ്നേഹിക്കുകയാണ്, പുത്രൻ തനിക്കുള്ളതെല്ലാം പിതാവിന് സമർപ്പിക്കുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മയായി നിലനിൽക്കുകയാണ്. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി തികഞ്ഞ സ്നേഹത്തിലും പരമമായ ഐക്യത്തിലും അനന്തമായ ആനന്ദത്തിലും നിത്യമായി നിലകൊള്ളുന്നു. ഇപ്പൊ ആ ട്രിനിറ്റേറിയൻ ലവിലേക്ക്, ആ ത്രിയേക ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിലേക്കാണ് നമുക്ക് കർത്താവ് ഇൻവിറ്റേഷൻ തരുന്നത്. ആ ഇൻവിറ്റേഷൻ റിസീവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. എപ്പോഴാണ്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും,
അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. തുടർന്ന് കർത്താവ് പറയാണ്, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ഫെലോഷിപ്പിൽ നമ്മളെ അംഗങ്ങളാക്കി ചേർക്കുന്നു, നമ്മളെ ഉൾപ്പെടുത്തുന്നു. യു ആർ ഇൻക്ലൂഡഡ് ഇൻ ട്രിനിറ്റി. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആധാരം. യു ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഹോളി ട്രിനിറ്റി. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത്, പലരും ഓർക്കും ഞാൻ എന്തോ പിണക്കം കൊണ്ട് പറയുന്നതാണ്. ഞാൻ പറയുന്നത് ഈ ചീപ്പ് ഗോസ്പൽ അല്ലെങ്കിൽ വില കുറഞ്ഞ സുവിശേഷം എന്ന് പറഞ്ഞാൽ ആ സുവിശേഷം എന്താണ്? ആ സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ വെറും അന്യരാക്കുകയാണ്, ദൂരസ്ഥരാക്കുകയാണ്, എലിനേറ്റ് ചെയ്യുകയാണ്. മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്, നീ പാപിയാണ്, നീ നരകത്തിന്റെ വിറവുകൊള്ളിയാണ്, നീ നരകത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? വിശ്വസിക്കണം, ഏറ്റുപറയണം, കാർഡ് പൂരിപ്പിക്കണം, കൈ പൊക്കണം, എന്നിട്ട് ഇങ്ങനെ കർത്താവിനെ സ്വീകരിക്കണം. കർത്താവിനെ സ്വീകരിച്ച് പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങണം? പിന്നെ പ്രാർത്ഥിക്കുക. കർത്താവ് ഇവിടെ ഇരിക്കുക, കർത്താവ് എവിടെയോ. അപ്പൊ അതിനാണ് ഒച്ചത്തിൽ നിലവിളിക്കുക, പ്രാർത്ഥിക്കുക. കാരണം ഒരു ഐഡിയയും ഇല്ല. കർത്താവ് കേൾക്കുന്നുണ്ടോ? കർത്താവ് നമ്മളെ കേൾക്കുന്നുണ്ടോ? ഒരു പിടുത്തവും ഇല്ല. കർത്താവ് കേൾക്കുന്നുണ്ടോ എന്നറിയത്തില്ല, നമ്മുടെ പ്രാർത്ഥന എവിടെ പോകുന്നെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്, ഒരു മതചടങ്ങിലേക്ക് വലിച്ചഴക്കുകയാണ്. അപ്പൊ ഒരു മതത്തിന്റെ ചടങ്ങിനെ വിട്ട് മറ്റൊരു മതത്തിന്റെ ചടങ്ങിനെ അർത്ഥരഹിതമായ, അർത്ഥശൂന്യമായ, പ്രയോജനശൂന്യമായ ഒരു ചടങ്ങ്, അത്തരത്തിലുള്ള നീണ്ട പ്രാർത്ഥനകളിലേക്ക് നയിക്കുകയാണ്. അപ്പൊ ഇത് കേവലം മതപ്രചരണമാണ് നടക്കുന്നത്. ഇത് ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നോട് പറയും. അതൊന്നുമല്ല ഗോസ്പൽ. നീ യേശുവിനെ കൈക്കൊള്ളുക എന്ന് പറയുന്നതല്ല ഗോസ്പൽ. യേശു നിന്നെ കൈക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് സുവിശേഷം. റിസീവ് ജീസസ് എന്നുള്ളതല്ല, അക്സെപ്റ്റ് ജീസസ് എന്നുള്ളതല്ല. അവൻ നിങ്ങളെ കൈക്കൊണ്ടിരിക്കുന്നു, അവൻ നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ അവൻ പിതാവിലും പിതാവ് അവനിലും അവൻ നിങ്ങളിലും നിങ്ങൾ അവനിലും. ദാറ്റ് ഈസ് പെരിക്കോറോസിസ്. അതായത് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ഉൾപ്പെട്ടു നിന്നിരുന്ന ആ സ്വർഗീയ നടനത്തിൽ, ആ പെരിക്കോറോസിസിൽ ഇപ്പോൾ നീ ഒരു പങ്കാളിയാണ്. യു ആർ ഇൻക്ലൂഡഡ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ സ്വർഗീയ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നീ ഒരു പാർട്ടാണ്. യു ആർ ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് പാർട്ട്. ഇതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ അതിന്റെ നടുവിലേക്ക് നമ്മെ കൊണ്ടുവന്ന് വെച്ചിരിക്കും. ബിക്കോസ് ആദം വാസ് ക്രിയേറ്റഡ് ഇൻ ദ ട്രിനിറ്റി. ആദമിനെ ദൈവം അവിടെയാണ് സൃഷ്ടിച്ചത്. ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, ദൈവം സസ്യങ്ങളെ സൃഷ്ടിച്ചു. വിത്തുള്ള സസ്യങ്ങൾ ഉയർന്നു വരട്ടെ. അപ്പൊ സസ്യങ്ങളെ സൃഷ്ടിക്കുന്ന എവിടുന്നാണ്? മണ്ണിൽ നിന്ന്. മത്സ്യങ്ങളെ സൃഷ്ടിക്കുന്ന എവിടെയാണ്? ജലത്തിൽ. അപ്പൊ ജലത്തിൽ മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ. അപ്പൊ മത്സ്യങ്ങൾ ഉണ്ടായ ആ എൻവയോൺമെന്റ് ജലമാണ്. വെള്ളത്തിലാണ് മത്സ്യങ്ങൾ ജനിക്കുന്നത്, മത്സ്യങ്ങൾ വളരുന്നത്, മത്സ്യങ്ങൾ ജീവിക്കുന്നത്. മരത്തെ സൃഷ്ടിക്കുന്നത്, ചെടിയെ സൃഷ്ടിക്കുന്നത് മണ്ണിലാണ്. അപ്പോ മണ്ണാണ് ചെടിയുടെ സോഴ്സ്, റിസോഴ്സ്.
ഇപ്പൊ ചെടിയുടെ റിസോഴ്സ് മണ്ണാണ്. മണ്ണിൽ നിന്ന് വളവും വെള്ളവും വലിച്ചെടുത്താണ് ചെടി ജീവിക്കുന്നത്. വെള്ളത്തിൽ നിന്നാണ് റിസോഴ്സുകളെ മത്സ്യം കണ്ടെത്തുന്നത്. മത്സ്യം ജീവിക്കുന്ന വെള്ളത്തിലാണ്. അപ്പൊ മത്സ്യത്തിന്റെ എൻവയോൺമെന്റിൽ നിന്ന് മത്സ്യത്തെ എടുത്ത് പുറത്തിട്ടാൽ, മത്സ്യത്തെ വെള്ളത്തിൽ നിന്നെടുത്ത് പുറത്തിട്ടാൽ ആ മത്സ്യം ചത്തുപോകും. കാരണം എൻവയോൺമെന്റിൽ നിന്ന് വേർപെട്ടു. അതുകൊണ്ടാണ് മരണത്തിന് വേർപാടെന്ന് പറയുന്നത്. വേർപെട്ടിരിക്കുകയാണ്. ഈ ചെടിയെ അപ്രൂട്ട് ചെയ്താൽ, പിഴുതെടുത്താൽ, മണ്ണിൽ നിന്ന് വേർപെട്ടാൽ ആ മരമായാലും ചെടിയായാലും അത് ചത്തുപോകും. കാരണം അതിന്റെ റിസോഴ്സ് അതാണ്. വായുമണ്ഡലത്തിലേക്ക് പക്ഷികളെ സൃഷ്ടിച്ചു. അപ്പോൾ ഓരോന്നും അതാത് എൻവയോൺമെന്റിലാണ് സൃഷ്ടിക്കപ്പെട്ട. അതാണ് അതിന്റെ റിസോഴ്സ്, അതാണ് അതിന്റെ ഉറവിടം. എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ സമയത്ത്, ചെടിയെ സൃഷ്ടിക്കാൻ സമയത്ത്, മരങ്ങളെ സൃഷ്ടിക്കാൻ സമയത്ത് ഗോഡ് സ്പോക്ക് ടു ദ സോയിൽ. മരങ്ങളെ സൃഷ്ടിക്കാൻ സമയത്ത് ദൈവം മണ്ണിനോട് സംസാരിച്ചു. ദൈവം മണ്ണിനോട് പറയുകയാണ്, ഉണ്ടാകട്ടെ, ചെടികൾ ഉണ്ടാകട്ടെ, മരങ്ങൾ ഉണ്ടാകട്ടെ. മണ്ണിനോടാണ് പറയുന്നത്. മത്സ്യങ്ങളെ സൃഷ്ടിക്കാൻ സമയത്ത് വെള്ളത്തെ നോക്കിച്ച് പറയാണ്, വെള്ളത്തിൽ മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ. പക്ഷേ മനുഷ്യനെ സൃഷ്ടിക്കാൻ സമയത്ത് ദൈവം മണ്ണിനോട് സംസാരിച്ചില്ല, ദൈവം ജലത്തോട് സംസാരിച്ചില്ല, ദൈവം വായുവിനോട് സംസാരിച്ചില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ റിസോഴ്സ്, മനുഷ്യന്റെ സോഴ്സ് മണ്ണല്ല, വെള്ളമല്ല, വായുവല്ല. അപ്പം വെള്ളത്തിൽ മത്സ്യത്തെ സൃഷ്ടിച്ചതുപോലെ, മണ്ണിൽ മരങ്ങളെ സൃഷ്ടിച്ചതുപോലെ, വായുവിൽ പക്ഷികളെ സൃഷ്ടിച്ചതുപോലെ മണ്ണിലോ വെള്ളത്തിലോ അല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. മറിച്ച് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മണ്ണിനോട് സംസാരിക്കാതെ, വെള്ളത്തോട് സംസാരിക്കാതെ ദൈവം തങ്ങളിൽ തന്നെ സംസാരിച്ചു. ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ആ ദൈവിക കൂട്ടായ്മയിൽ ദൈവം ഗോഡ് സ്പോക്ക്, ലെറ്റ് us make man in our image. നമുക്ക് മനുഷ്യനെ നമ്മുടെ സ്വരൂപത്തിൽ സൃഷ്ടിക്കാം. ഇപ്പോൾ സംസാരിക്കപ്പെട്ടിരിക്കുന്നത് ട്രിനിറ്റിയിലാണ്. മണ്ണിനോട് സംസാരിച്ച് മണ്ണിൽ മരങ്ങളെ സൃഷ്ടിച്ചു, വെള്ളത്തോട് സംസാരിച്ച് വെള്ളത്തിൽ മത്സ്യങ്ങളെ സൃഷ്ടിച്ചു. എന്നാൽ ദൈവം തങ്ങളിൽ തന്നെ സംസാരിച്ചു. ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ആ ട്രിനിറ്റിക്കുള്ളിൽ സംസാരിച്ചപ്പോൾ മനുഷ്യൻ ട്രിനിറ്റിയിൽ സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട എവിടെയാണ്? ദൈവിക ത്രിയേകത്വത്തിന്റെ നടുവിൽ. അപ്പൊ അവിടെ സൃഷ്ടിക്കപ്പെട്ട ആ മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ട് ഒരു പ്രതിമയുണ്ടാക്കി. മണ്ണുകൊണ്ടൊരു പ്രതിമയുണ്ടാക്കിയിട്ട് ദൈവം അവന്റെ മൂക്കിലേക്ക് ഊതി. ഗോഡ് ബ്രീത്ത് ലൈഫ്. അപ്പൊ എന്ത് ചെയ്തു? ഈ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ഒരു പ്രതിമ ലഭിച്ചു. അവൻ എഴുന്നേറ്റ് നിന്നു. അപ്പൊ ഇവന്റെ ഒറിജിനൽ സോഴ്സ് എവിടെയാണ്? ഈ പ്രതിമ കൊണ്ട് നടക്കുന്ന, ഈ മൺപ്രതിമയ്ക്കകത്ത് നടക്കുന്ന മനുഷ്യന്റെ സോഴ്സ് ഏതാണ്? ഈ മനുഷ്യന്റെ സോഴ്സ് ഈ മണ്ണല്ല, ഈ മനുഷ്യന്റെ സോഴ്സ് ആ വെള്ളമല്ല, മനുഷ്യന്റെ സോഴ്സ് ഈ വായുവല്ല, മനുഷ്യന്റെ സോഴ്സ് ദൈവമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഏഥൻസിൽ പ്രസംഗിക്കുമ്പോൾ അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത്. അവർ റിസോഴ്സ്, നീ എന്റെ ഉറവിടമാകുന്നു. ഓ ലോർഡ്, യു ആർ അവർ റിസോഴ്സ്. യു ആർ ദ സോഴ്സ് ഓഫ് ലൈഫ്. അതാണ് ആബുന്റെ ബസ്മായോ എന്ന പ്രാർത്ഥന, അതായത് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പഠിക്കുമ്പം അതിന്റെ മൂല അർത്ഥം സോഴ്സ് ഓഫ് ലൈഫ്, ജീവന്റെ ഉറവിടമേ എന്നാ വിളിക്കുന്നേ. അതിനെയാ പിതാവെന്ന് പിന്നെ തർജ്ജമ ചെയ്യുന്നത്, ജീവന്റെ ഉറവിടമായതുകൊണ്ട്. പക്ഷെ അത് കേവലം പിതാവെന്ന ആ സംജ്ഞ കൊണ്ട് അതിന്റെ അർത്ഥഗരിമ നമുക്ക് ലഭിക്കുന്നില്ല, അതിന്റെ ആഴം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. നമുക്ക് ഉറവിടമേ, ജീവന്റെ ഉറവിടമേ. നാം സൃഷ്ടിക്കപ്പെട്ടത് ഒറിജിനലി വി വെയർ ക്രിയേറ്റഡ് ഇൻ ഗോഡ്. അപ്പൊ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന ആ ദൈവിക തൃത്വത്തിനകത്ത് നിന്നാണ് മനുഷ്യൻ വീണുപോയത്. മനുഷ്യന്റെ വീഴ്ചയുടെ ആഴം എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ആ കൂട്ടായ്മയിൽ നിന്ന്
The second person in the Holy Trinity came down to redeem us. എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് വീണത്? ദൈവിക കൂട്ടായ്മയിൽ നിന്ന് താഴേക്ക് വീണ മനുഷ്യനെ ആ ദൈവിക കൂട്ടായ്മയിലേക്ക് തിരിച്ചുയർത്തിക്കൊണ്ട് പോകാനാണ് God so loved the world and he sent his son. അവൻ തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുന്നത് തങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ, അല്ലാതെ നിനക്കൊരു ബെറ്റർ ലൈഫ് തരുവാനോ ഇവർ പറയുന്ന പരിപാടിയൊന്നുമല്ല. അതൊന്നുമല്ല സുവിശേഷം. അതെല്ലാം ചീപ്പ് ഗോസ്പലാണ്, അത് റിലീജിയനാണ്, അത് മതമാണ്. അതല്ല, ഇത് ദൈവത്തിൽ നിന്ന് വീണുപോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു കൊണ്ടു. ദൈവത്തിൽ നിന്നു ഞാൻ വന്നു, ദൈവത്തിലേക്കു തന്നെ പോകുന്നു ഞാൻ. അപ്പൊ ദൈവത്തിൽ നിന്നാണ് വന്നത്, അവിടെ നിന്നാണ് വീണുപോയത്. അപ്പം അവിടേക്ക് കൊണ്ടുപോകുവാനാണ് നമ്മൾ അതിൻ്റെ ആ ശ്രേഷ്ഠത മനസ്സിലാക്കുക. ഞാനെപ്പോഴും പറയുന്നത് പോലെ അതാണ് അലക്സാണ്ട്രിയയിലെ അത്താനാസ്യോസ് ബാവ അങ്ങനെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് സഭ എല്ലാ ശുശ്രൂഷകളിലും അത്താനാസ്യോസ് ബാവയെ ഓർക്കുന്നത്. എന്താണ് അത്താനാസ്യോസ് എഴുതിയത്? നിർമ്മല സൂനുവിനെ അയച്ചോനാം ആത്താതൻ സ്തുത്യൻ ശുദ്ധൻ, നിർമ്മലമാമുദരത്തിങ്കൽ താൻ ഇറങ്ങി വസിച്ചു വിശുദ്ധമായി, അവനോടു തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി, തിരുവിഷ്ടത്താൽ നരനായി നമ്മെ തൻ പിതൃസുതരാക്കാൻ റൂഹായോടു ബന്ധിച്ചിടുവാൻ. അപ്പം നമുക്ക് വീണുപോയ ആ വീഴ്ച ഈ പരിശുദ്ധാത്മാവിൽ നമ്മെ പിന്നെയും ബന്ധിച്ച് നമ്മൾ ഒറിജിനലി സൃഷ്ടിക്കപ്പെട്ട എങ്ങനെയാണോ ആ ട്രിനിറ്റിയിൽ അംഗമാക്കി മാറ്റുക. യു ആർ ഇൻക്ലൂഡഡ്, യു ബിലോങ് ടു ദെയർ. ദിസ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ, ദിസ് ഈസ് ട്രൂ ഗോസ്പൽ. അല്ലാതെ നീ യേശുവിനെ കൈക്കൊള്ളണമെന്നോ നിനക്കത് കിട്ടുമെന്ന് ഇത് കിട്ടുമെന്ന് അതൊന്നുമല്ല സുവിശേഷം. അതിനേക്കാൾ ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് എനി ഹ്യൂമൻ ഇമാജിനേഷൻ, മാനുഷിക സങ്കല്പത്തിന്റെ പരിധികൾക്ക് അപ്പുറത്തുള്ള ഒരു കാര്യമാണ്. അതാണ് സുവിശേഷം. അപ്പൊ പരിശുദ്ധ റൂഹായെ പറ്റി നമ്മൾ വിശദമായിട്ട് പരിശുദ്ധ റൂഹായെ പറ്റി പഠിക്കും. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പെന്തക്കോസ്തിയുടെ പ്രയറുകളെ ധ്യാനിക്കും. ഇന്ന് പ്രാരംഭമായിട്ട് പരിശുദ്ധാത്മാവിനെ പറ്റി സഭാപിതാക്കന്മാരുടെ പ്രബോധനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രാവുമ്പോൾ ചിമ്മാഞ്ഞോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങളെ യോഗ്യരാക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഇത് പെന്തക്കോസ്ത് പെരുന്നാളിന്റെ പ്രാർത്ഥനകളിൽ ഒന്നാണ്. അദൃശ്യനും അപ്രമേയനും അനാദ്യന്തനും അപരിമിതനുമായ ദൈവമേ. ഇത് ട്രിനിറ്റിയെ സംബന്ധിക്കുന്ന പഠനമാണ്. അദൃശ്യനും അപ്രമേയനും അനാദ്യന്തനും അപരിമിതനുമായ ദൈവമേ. അടുത്ത ഞായറാഴ്ച നിങ്ങൾ പള്ളിയിൽ പോയാൽ നിങ്ങൾക്കിത് കേൾക്കാം. അപ്പോൾ പ്രാർത്ഥനയാണ്. അദൃശ്യനും അപ്രമേയനും അനാദ്യന്തനും അപരിമിതനുമായ ദൈവമേ, നീ ഏക സാരാംശമായി അറിയപ്പെടുന്നു. 3 വിശുദ്ധ ന്യൂമാകളായി വിവേചിക്കപ്പെടുകയും ചെയ്യുന്നു. സകല വിവേക പ്രകൃതികളും 3 പ്രത്യേക ലക്ഷണങ്ങളോടുകൂടെ നിന്നെക്കുറിച്ച് ഗ്രഹിക്കുന്നു. ഏക ദൈവമായ നീ 3 വന്യ ന്യൂമാകളായി അറിയപ്പെടുന്നു. ശ്രേഷ്ഠമായ ഏക സാരാംശത്തോടും അനാദ്യന്തമായ ഏക സ്വഭാവത്തോടും കൂടെ പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന 3 പൂർണ്ണ ന്യൂമാകളടങ്ങിയ പരിപൂർണ തൃത്വമായ സത്യേക ദൈവമാകുന്നു. പിതാവായ ദൈവമേ, നിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനും നിന്റെ സ്വതന്ത്ര ബുദ്ധി മൂലം പിശാചാരാധനയിലേക്ക് വശീകരിക്കപ്പെട്ടു പോയവനുമായ മനുഷ്യനെ നവീകരിക്കുവാൻ നിനക്ക് തിരുവിഷ്ടം തോന്നിയിട്ട് ഞങ്ങളുടെ മാർഗദർശനത്തിന് വേണ്ടി നിന്റെ വചനമായ പുത്രനെ നീ കൽപ്പിച്ചയച്ചു. അവൻ വ്യത്യാസം കൂടാതെ മനുഷ്യനായി തീർന്ന്
ദൈവത്വത്തിന്റെ വ്യാഖ്യാനാതീത അവസ്ഥയെ വിശദമായി ഞങ്ങളെ അറിയിച്ച് വ്യാഖ്യാനിച്ചു തരികയും നിന്നെയും അവൻ നിന്നിൽ നിന്നുള്ളവനാകുന്നു എന്നുള്ളതിനെയും ഞങ്ങൾ ഗ്രഹിക്കത്തക്കവണ്ണം നിന്റെ ജ്ഞാനത്തിന്റെ ദുർഗ്രഹങ്ങളും രഹസ്യങ്ങളുമായ സംഗതികളെ അവൻ ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. ദൈവത്വത്തിലെ മൂന്നാമത്തെ പ്രകാശത്തെക്കുറിച്ചും അവൻ ഞങ്ങളെ പഠിപ്പിച്ചു. അത് പരിശുദ്ധ റൂഹ എന്ന ന്യൂമയാകുന്നു. പിതാവേ, അവൻ നിന്നിൽ വ്യാഖ്യാനാതീതമായ നിലയിൽ പുറപ്പെടുന്നു. അവൻ സത്യറൂഹായാകുന്നു, ആശ്വസിപ്പിക്കുന്ന റൂഹായാകുന്നു. പിന്നീട് പരിശുദ്ധ റൂഹായെ പറ്റി വളരെ വിശുദ്ധമായ ആ പ്രാർത്ഥനയിൽ നമ്മൾ കാണുകയാണ്. പ്രിയമുള്ളവർ, ഇതാണ് പ്രാർത്ഥന. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിക്കപ്പെട്ട തലമുറകളിലൂടെ കൈമാറി കിട്ടിയ സുഹൃതമാണ്. ഇത് ബ്ലസിമോളുടെ വയറുവേദന മാറ്റുന്നതും ജോക്കുട്ടന് വിസ അടിച്ചു കൊടുക്കുന്നതുമായ ഒരു പ്രാർത്ഥനയല്ല. ചിലർ എന്നോട് ചോദിക്കുന്നുണ്ട്, ഈ ബ്ലസിമോളും ജോക്കുട്ടനും ദേ ആർ പോപ്പുലർ നൗ. അപ്പം ഇത് ബ്ലസിമോളുടെ വയറുവേദനയോ ജോക്കുട്ടന്റെ വിസായോ അല്ല. ഇതാണ് പ്രാർത്ഥന. ദുർഭകാവസ്ഥയിൽ കിടക്കുന്ന പല ആളുകൾക്കും ദൈവമാരാണെന്ന് അറിയത്തില്ല, തൃത്വമാരാണെന്ന് അറിയത്തില്ല, പിതാവാരാണെന്ന് അറിയത്തില്ല. അവർ വീണ്ടും വീണ്ടും സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല പല പേരുകളിൽ. പക്ഷെ ഇവിടെ സഭാപിതാക്കന്മാരാകട്ടെ എത്ര കൃത്യവും എത്ര വ്യക്തവുമായിട്ട് നമുക്ക് നിർവചിക്കപ്പെട്ട പ്രാർത്ഥനകളിലൂടെ തന്നിരിക്കുകയാണ്. അപ്പൊ ഈ പ്രാർത്ഥന നമ്മൾ പലപ്പോഴും പള്ളിയിൽ ചെല്ലുമ്പോൾ ഇതിങ്ങനെ കേട്ടിങ്ങനെ അങ്ങ് നിൽക്കുന്നതല്ലാതെ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അടുത്ത സൺഡേ പോകുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ഓരോ വരികളിലൂടെയും നിങ്ങൾ മനസ്സുകൊണ്ട് സഞ്ചരിക്കണം. ദൈവത്തെങ്കിലേക്ക് ആരാധന ഉയർത്തണം. പിതാവിന്റെ സാദൃശ്യത്തിലാണ് നീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഹൃദയം കൊണ്ട് സ്തോത്രം ചെയ്യണം. അവിടെ നിന്ന് വീണുപോയ നിന്നെ അവിടേക്ക് തന്നെ ഉയർത്തിക്കൊണ്ട് വരുവാനാണ് ദൈവം പുത്രനെ കൽപ്പിച്ചയച്ചത് എന്ന് വായിക്കുമ്പോൾ നീ പിന്നെയും സ്തോത്രം ചെയ്യണം. സോ നമുക്ക് ഇപ്പോൾ ഞാൻ വായിച്ച ആ പ്രാർത്ഥന നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവരും ദയവായി ശ്രദ്ധിച്ചിരിക്കണിത്. സകല മാനുഷിക ചലനങ്ങൾക്കും വിചാരങ്ങൾക്കും ബോധങ്ങൾക്കും മറഞ്ഞ് അതീതനായി സ്ഥിതി ചെയ്യുന്ന അദൃശ്യനായ കർത്താവിന് സ്തുതി. അവൻ സ്വയംഭൂവും സ്വയം അറിയുന്നവനും സ്വയം പര്യാപ്തനുമാകുന്നു. അവൻ ദൃശ്യങ്ങളും അദൃശ്യങ്ങളുമായ സകലത്തിന്റെയും സൃഷ്ടാവും നിയന്താവുമാകുന്നു. ആരംഭമില്ലാത്തവനും അനന്തമായി നിലനിൽക്കുന്നവനുമാകുന്നു. അനാദ്യന്തനും അപ്രമേയവുമായ സ്വയംഭൂവാകുന്നു. അവൻ പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന ഏക സ്വഭാവത്തോടും ഏക അധികാരത്തോടും ഏക മനസ്സോടും കൂടിയ സത്യേക ദൈവമാകുന്നു. ക്നൂമ കൂടാതെ അവനൊരു നാമമില്ല. ഒരു ക്നൂമ മറ്റൊരു ക്നൂമായേക്കാൾ ചെറുതോ പ്രായം കൂടിയതോ അല്ല. വലിപ്പത്തിലോ ചെറുപ്പത്തിലോ ക്നൂമാകൾക്ക് അന്തരമോ വ്യത്യാസമോ ഇല്ല. യാതൊരു ക്നൂമായും നാമവും അവന്റെ നിത്യതയിൽ നിന്ന് ചെറുതോ അന്യമോ അല്ല. പിതാവെന്ന് പറഞ്ഞാൽ പുത്രനും റൂഹായും അവനിൽ നിന്നുള്ളവരാകുന്നു. പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവും റൂഹായും അവൻ മൂലമാകുന്നു അറിയപ്പെടുന്നത്. റൂഹ എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും അവനിൽ പൂർത്തിയായിരിക്കുന്നു. പിതാവ് ജനകനാകുന്നു, ജനിച്ചവനല്ല. പുത്രൻ ജനിച്ചവനാകുന്നു, ജനകനല്ല. പരിശുദ്ധ റൂഹ പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും പുത്രനിൽ നിന്ന് എടുക്കുന്നവനും പിതാവിന് സമസ്വഭാവിയും തുല്യ നിത്യതയുള്ളവനുമാകുന്നു. തനിക്ക് പെന്തക്കോസ്ത് ശുശ്രൂഷയുടെ ഒന്നാം ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും തമ്പുരാനെ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബാക്കി പ്രാർത്ഥനകൾ നമ്മൾ അടുത്ത ആഴ്ച വിശദമായിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും, അത് പഠിക്കുന്നതായിരിക്കും.
ഈ അടുത്ത ഞായറാഴ്ച പെന്തക്കോസ്തിക്ക് ചെല്ലുമ്പോൾ നിങ്ങളെല്ലാം എന്തായിരിക്കണം, വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം ഈ പ്രാർത്ഥനയുടെ വരികളിലൂടെ സഞ്ചരിക്കുവാൻ. ഇവിടെ ഈ സംവരണ തൊഴിലാളികൾ നിന്ന് ഈ ഫേസ്ബുക്കിൽ തർക്കിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? എത്ര വെൽ ഡിഫൈൻഡ് ആയിട്ടാണ് പറയുന്നത് ദൈവം ആരാണെന്ന്. ഇത്ര നല്ലൊരു സഭയും ഇത്രയും പ്രാർത്ഥനയുമുള്ള അത് മനസ്സിലാക്കാതെ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് ഇവിടെ കടന്ന് ഈ തർക്കിക്കുന്നതും. ഈ തർക്കത്തൊഴിലാളികളുടെ ഇത് കേട്ടിട്ട് അതങ്ങനെയാണോ ഇങ്ങനെയാണോ, എത്ര കൃത്യമായിട്ടാണ് എഴുതി വച്ചിരിക്കുന്നത്, എത്ര കൃത്യമായിട്ടാണ് ദൈവം ആരാണ് എന്ന് വിശദമാക്കി തരുന്നത്. പലപ്പോഴും നമ്മൾ അറിവില്ലാത്തതുകൊണ്ട് നമ്മളത് ഗ്രഹിക്കാതെ പോയി. ആ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ആമുഖം മാത്രമാണ്, അതിൻ്റെ കൂടുതൽ ആഴമായ പ്രാർത്ഥനകളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ ആമുഖ പ്രാർത്ഥന മാത്രം തന്നെ വളരെ വ്യക്തമായി നമ്മൾ ആരാധിക്കുന്ന ദൈവമാരാണ്, ഇന്ന് പലർക്കും അറിയത്തില്ല. ഞാൻ പിന്നെയും പറയുന്നതിൽ നിങ്ങൾ ഖേദിക്കരുത്. മലയാളി പെന്തക്കോസ്ത് ലോകത്ത് അത് യേശുവിനെ ആരാധിക്കുന്ന ഒരു കൂട്ടമാണ്. യേശു നാമ ആരാധനയാണ്. യേശുവിനെ മാത്രമാണ് ആരാധിക്കുന്നത്. അത് ഹെരസിയാണ്. അങ്ങനെ സഭയ്ക്കൊരു പാരമ്പര്യമില്ല, സഭാപിതാക്കന്മാർ പഠിപ്പിച്ചിട്ടില്ല. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് കർത്തൃസന്നിധിയിലായിരിക്കുന്ന വന്യ കണിയാമ്പറമ്പിൽ കുര്യൻ കോറോപ്പിസ്കോപ്പ അച്ഛൻ എന്നോട് പറഞ്ഞു. അന്ന് എനിക്ക് മനസ്സിലായില്ല. അന്ന് എനിക്ക് ഈ ആവേശം കയറി നടക്കുകയാണ്. അന്ന് എന്നോട് അച്ഛൻ പറഞ്ഞടാ, ഇങ്ങനത്തെ പാട്ടുകൾ കുഴപ്പമാണ്, അത് ഉപദേശപശമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ തന്നെ എൻ്റെ ചെറുപ്പത്തിൻ്റെ തലപ്പിൽ മനസ്സിൽ പറഞ്ഞു, അച്ഛൻ പോയി പണി നോക്ക അച്ഛാ. കാരണം അച്ഛനൊക്കെ പിശാചാണെന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചു വെച്ചു, പൗരോഹിത്യബന്ധൻ. അപ്പം അച്ഛൻ പറഞ്ഞടാ, ഇത് ശരിയല്ല. കാരണം നമ്മുടെ സഭയ്ക്ക് അങ്ങനെ ഒരു പഠിപ്പിക്കലില്ല, പിതാക്കന്മാർ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. യേശുവിനെ മാത്രം ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കും. അച്ഛൻ്റെയും അച്ഛനെ പോലെ ഉള്ളവരുടെയും എല്ലാം കാലം കഴിഞ്ഞു. ഇന്ന് സുറിയാനിക്കാരും അങ്ങനെയൊക്കെ ആരാധിക്കുന്നുണ്ട്, പലരും അതിനുള്ള തെളിവൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ യേശുവിനെ മാത്രമായിട്ട് ആരാധിക്കുന്നത്, യേശുവിനെ മാത്രം അടർത്തിയെടുത്ത് ആരാധിക്കുന്നത് ആരാധന തൃത്വത്തിലാണ്. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അങ്ങനെയല്ല നമ്മൾ കേട്ടത്. എപ്പോഴാണ്? സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും തമ്പുരാനെ ഞങ്ങളുടെ ആയുസ്സിന്റെ ദിവസങ്ങളിൽ മുഴുവനും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. മനോലം മോനാവിന് ഓലം ആൽമിനാമിൻ എന്ന് പറഞ്ഞാൽ അത് ആദ്യം മുതൽ ഇന്നും എന്നേക്കും തലമുറയോളം അങ്ങനെ തന്നെയാമേ. അപ്പൊ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്തുതി, അതിനാണ് ഈ ഓർത്തഡോക്സ് എന്ന് പറയുന്നത്. ഓർത്തോ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ്, റൈറ്റ്, അപ്രൈറ്റ്. അപ്പൊ സ്ട്രെയിറ്റ് ആയിട്ടുള്ള, ഡോക്സ എന്ന് പറഞ്ഞാൽ പ്രൈസ് ആണ്, വർഷിപ്പാണ്. അതാണ് സ്തുതി ചൊവ്വാക്കപ്പെട്ട സഭ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനീ പറഞ്ഞു വന്നതുപോലെ മറ്റേത് നിലനിൽപ്പിന് വേണ്ടിയുള്ള ചുരമാന്തലുകളാണ്. നിങ്ങൾക്കതിന്റെ ആവശ്യമില്ലെങ്കിൽ. അപ്പൊ ഈ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ചില ആളുകൾ ബുദ്ധിയുള്ളതുകൊണ്ടാണ് അവർ മിണ്ടാത്തത്. കാരണം അവർക്ക് കാര്യങ്ങൾ അവർ ഗ്രഹിച്ചു കഴിഞ്ഞു. മറ്റവർക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അവർ നിലവിളിക്കുന്നത്. ഈ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ചില ആളുകൾ ഇത് ശരിയാണ്, ഇവിടെ നിന്നോ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. അത് കാണുന്നതിന്റെ കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അവർ അതിൽ നിന്ന് പണമുണ്ടാക്കുന്നു. മണി മേക്കിംഗ് ബിസിനസ്സാണ്. നിങ്ങളെന്തിനാണ് അതിനുവേണ്ടി ബലിയാടാകുന്നത്? നിങ്ങളുടെ ജീവിതം എന്തിനാണ് അതിൽ നഷ്ടപ്പെടുത്തുന്നത്? ഇനിയിപ്പോൾ എന്തായാലും പോയി ഇങ്ങനെയൊക്കെ ആയി, ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കുഴപ്പമില്ല. പക്ഷെ ഇത് ദൈവ വിഷയമായിട്ട് നിങ്ങൾ ദൈവത്തിൽ സത്യമായി വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആരാണ് ദൈവത്തെക്കുറിച്ച് പറയേണ്ടത്? എൻ്റെ അന്വേഷണം, എൻ്റെ പഠനം, ആ യാത്ര എന്നെ കൊണ്ട് എന്നെത്തിച്ച് ഞാൻ പറയുന്നത്. കാരണം യാതൊരു അടിസ്ഥാനവുമില്ലാതെയാണ് ഇവർ ഉപദേശങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. മറ്റേതോ സഭാ കൗൺസിലുകൾ കൂടി ചേർന്ന് പിതാക്കന്മാർ എഴുതിയിരിക്കുകയാണ്. AD 325
നിക്കിയ കൗൺസിൽ 318 പിതാക്കന്മാർ, ഞാൻ കഴിഞ്ഞ ദിവസം അവരെ പറ്റിയൊക്കെ വിശദമായിട്ട് പറഞ്ഞതുകൊണ്ട് പിന്നെയും പോകുന്നില്ല. ശരീരം മുഴുവൻ പരിക്കളുള്ളവരും അംഗഭംഗം വന്നവരും കൊടും പീഡനത്തിലൂടെ കടന്ന് ആ പീഡനത്തെ അതിജീവിച്ചവരും അങ്ങനെയുള്ള പിതാക്കന്മാരാണ് അവിടെ വന്നത്. 318 പിതാക്കൻ അവരൊരുമിച്ച് കൂടിയിരുന്ന് അവിടെയാണ് ദൈവശാസ്ത്രം ചർച്ച ചെയ്തത്. അവിടെ തീരുമാനിച്ച ഉപദേശമാണ് നമുക്ക് തലമുറകളിലൂടെ പകർന്നു കിട്ടിയത്. അത് കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സഭയെ പിളർത്തിയവർ, ഇപ്പം നമ്മളെല്ലാം വിചാരിക്കും ഇത് സത്യമായ ഉപദേശമാണെന്നാണ്. പക്ഷെ ആ ഉപദേശത്തിന്റെ റൂട്ട് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെ റൂട്ടുമില്ല. ഒരു കൗൺസിലും കൂടിയിട്ടില്ല, ഓരോരുത്തർക്കും തോന്നിയത് എഴുതി വെച്ചതാണ്. ഒരു കൗൺസിലും കൂടിയിട്ടില്ല. 318 പിതാക്കന്മാരെ നിക്കിയായിൽ സുന്നോദോസിന് കൂടിയപ്പോ എങ്ങനെ 318 കസേരകൾ അവിടെ ഇട്ട് അവരവിടെ ഇരുന്നപ്പോ ഒരാൾക്ക് സീറ്റ് കിട്ടിയില്ലെന്നാ പറയുന്നത്. പിന്നെയും കസേര എണ്ണിയിട്ടു, പിന്നെയും സീറ്റ് കിട്ടിയില്ല, പിന്നെയും കസേര എണ്ണിയിട്ടു, ഒരാൾക്ക് എപ്പോഴും സീറ്റ് കിട്ടത്തില്ല. അങ്ങനെ അവസാനം 319 ചെയറുകളിട്ട് കൗൺസിൽ കൂടി എന്നാണ് പറയുന്നത്. അപ്പോഴാണ് എല്ലാവർക്കും സീറ്റ് കിട്ടിയത്. അപ്പൊ ഞാനീ പറഞ്ഞത്, അന്ന് ജീവിച്ചിരുന്ന എല്ലാ ബിഷപ്പുമാരുടെയും സഹകരണത്തോടെയും അംഗീകാരത്തോടെയും അനുഗ്രഹത്തോടെയും കൂടി ആലോചിച്ച പരിശുദ്ധാത്മ നിയോഗത്തിൽ തീരുമാനിച്ച വിശ്വാസ പ്രമാണമാണ്. ആ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കപ്പെട്ട സഭ, അതാണ് സത്യസഭ. അന്നത്തെ ഉപദേശമാണ് സത്യ ഉപദേശം. അപ്പൊ ആ സത്യ ഉപദേശം ഹോൾഡ് ചെയ്യുന്നവർ, നമ്മൾ അതിനെയാണ് ഹോൾഡ് ചെയ്യേണ്ടത്. ഇപ്പൊ താൽക്കാലികമായി ഈ ലോകത്തിലെ ബന്ധങ്ങളോ അല്ലെങ്കിൽ ചില ആളുകളുടെ നേട്ടങ്ങളോ നിങ്ങൾ നോക്കരുത്. നിങ്ങൾ തന്നെ മറ്റൊരു മാർഗം കണ്ടുപിടിക്കാമെങ്കിൽ മാർഗം കണ്ടുപിടിക്കണം. കർത്താവിന്റെ ഉപദേശത്തെ ഒറ്റിക്കൊടുത്തിട്ടല്ല ഉപജീവനം തേടേണ്ടത്. കർത്താവിന്റെ ഉപദേശത്തെ ഞാൻ ഒറ്റിക്കൊടുക്കുന്നില്ല. കർത്താവിന്റെ സത്യ ഉപദേശത്തെ ഞാൻ പിടിക്കും. എത്ര പേർക്ക് അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുന്നു? ഈഗോ ഒക്കെ മാറ്റി വെക്കുക. ഈഗോ വരണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഈഗോ വരേണ്ടത് എനിക്കായിരുന്നു. കാരണം ഞാൻ ഈ ഓർത്തഡോക്സ് സഭയിലെ ചതിക്കുഴികളെന്ന് പറഞ്ഞ് ടേപ്പ് ഇറക്കിയിട്ടുണ്ട്, പൗരോഹിത്യത്തിന് എതിരായി ടേപ്പ് ഇറക്കിയിട്ടുണ്ട്, പല സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് സത്യമാണെന്ന് അറിഞ്ഞപ്പോൾ സത്യ ഉപദേശത്തെ ഗ്രാബ് ചെയ്യുവാൻ ഞാൻ തീരുമാനിച്ചു. എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളത് മനസ്സിലാക്കുക, ഗ്രഹിക്കുക, നമ്മുടെ ഈഗോകളെ മാറ്റിവെക്കുക. കാരണം ഇതിനകത്തിപ്പം ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട ആളുകൾ അവർ നിങ്ങളെ ഡൗൺ ലുക്ക് ചെയ്യുമെന്നോ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഒരു കോമൺ ഹെറിറ്റേജ് ആണ്. എല്ലാ ക്രൈസ്തവർക്കും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പൊതു പൈതൃകമാണ്. പൊതു പൈതൃകം. കഴിഞ്ഞ ദിവസം ആരാണ്ടൊക്കെ എങ്ങാണ്ടിരുന്ന് പൈതൃകമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പൈതൃകം എല്ലാവർക്കും, സത്യവിശ്വാസത്തെ സ്നേഹിക്കുന്ന, സത്യപാവന റൂഹായെ സ്വീകരിക്കുന്ന ആർക്കും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പൈതൃകമാണ്. ഇതൊരു വംശീയതയുടെ പൈതൃകമല്ല. ഞാനീ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. കറുത്ത വർഗക്കാർ, ഓർത്തഡോക്സ് സഭയിലെ പുരോഹിതന്മാരുണ്ട്, വിശ്വാസികളുണ്ട്. ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ കറുത്ത വർഗക്കാരല്ല, ആഫ്രിക്കയിൽ വളരെ ദാരിദ്ര്യത്തിലും കഷ്ടതയിലും ഒക്കെ കഴിയുന്ന ആ ഗ്രൂപ്പുകളിൽ ഈ സത്യവിശ്വാസമുണ്ട്. അവർ ഇവിടെ ചൊല്ലുന്ന പോലത്തെ തന്നെ കുർബാന അവർ ചൊല്ലുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു വംശീയതയുടെ പാരമ്പര്യമല്ല. അങ്ങനെ ഒരു ചിന്ത ചുരുങ്ങിയ പക്ഷം മലയാളികളുടെ ഇടയിലെങ്കിലും ഉണ്ട്. ഇതൊരു വംശീയതയുടെ പാരമ്പര്യമാണ്, അവരുടെ പാരമ്പര്യം കണ്ടോ, അത് ഓർത്തഡോക്സ് പാരമ്പര്യമോ? ഇതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. ഇതൊരു വംശീയത, ഇത് ആർക്കും സ്വീകരിക്കാവുന്ന വിശ്വാസമാണ്. സത്യത്തെ സ്നേഹിക്കുന്ന ഏതൊരു വിശ്വാസിയും പാവന റൂഹായെ സ്വീകരിക്കുമ്പോൾ, സത്യവിശ്വാസത്തെ പുൽകുമ്പോൾ ഇത് അവന്റെ പാരമ്പര്യമായി മാറുകയാണ്. അല്ലാതെ ഇത് ആരുടെയും ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ പാരമ്പര്യമല്ല.
ഈ സത്യവിശ്വാസത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലായി വിശുദ്ധന്മാർക്ക് ഭരമേൽപ്പിക്കപ്പെട്ട അതിപരിശുദ്ധമായ ശ്രേഷ്ഠമായ ആ സത്യവിശ്വാസത്തിന്റെ പാതയിലേക്ക് ടേൺ ചെയ്യുവാനാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇതൊരു വംശീയതയെ പ്രൊമോട്ട് ചെയ്യുന്നതോ ഒരു വംശീയതയുടെ പാരമ്പര്യത്തെ പുകഴ്ത്തുന്നതോ അല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇന്ന് ചുരുക്കുകയാണ്. അതിനു മുമ്പ് ആ പ്രെയർ നമുക്കൊന്നുകൂടെ ശ്രദ്ധിക്കാം. ഹൗ ബ്യൂട്ടിഫുള്ളി ഡിസ്ക്രൈബിങ് ഗോഡ്. എത്ര മനോഹരമായിട്ടാണ് ദൈവത്തെ വർണ്ണിക്കുന്നത്. ദൈവം ആരാണെന്നുള്ള എല്ലാ സംശയങ്ങളെയും ദൂരീകരിച്ചുകൊണ്ട് എല്ലാ തർക്കവിവാദങ്ങൾക്കും തിരശ്ശീലയിട്ടുകൊണ്ട് ഉള്ള ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ മുഖവുര മാത്രമേ ആകുന്നുള്ളൂ. അത് ഇന്ന് നമ്മൾ കേൾക്കും. അടുത്ത ദിവസങ്ങളിലെ ലൈവിൽ ആ പ്രേയേഴ്സ്, ബാക്കി പ്രേയേഴ്സ് നമ്മൾ കേൾക്കും. നമുക്ക് അതൊന്നുകൂടെ ശ്രദ്ധിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തുതിയും സ്തോത്രം പ്രാവുമ്പോൾ മാഞ്ഞോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങളെ യോഗ്യരാക്കണമേ. സകല മാനുഷിക ചലനങ്ങൾക്കും വിചാരങ്ങൾക്കും ബോധങ്ങൾക്കും മറഞ്ഞ് അതീതനായി സ്ഥിതി ചെയ്യുന്ന അദൃശ്യനായ കർത്താവിന് സ്തുതി. അവൻ സ്വയംഭൂവും സ്വയം അറിയുന്നവനും സ്വയം പര്യാപ്തനുമാകുന്നു. അവൻ ദൃശ്യങ്ങളും അദൃശ്യങ്ങളുമായ സകലത്തിന്റെയും സൃഷ്ടാവും നിയന്താവുമാകുന്നു. ആരംഭമില്ലാത്തവനും അനന്തമായി നിലനിൽക്കുന്നവനുമാകുന്നു. അനാദ്യന്തനും അപ്രമേയവുമായ സ്വയംഭൂവാകുന്നു. അവൻ പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന ഏക സ്വഭാവത്തോടും ഏക അധികാരത്തോടും ഏക മനസ്സോടും കൂടിയ സത്യേക ദൈവമാകുന്നു. ഗ്നൂമ കൂടാതെ അവനൊരു നാമമില്ല. ഒരു ഗ്നൂമ മറ്റൊരു ഗ്നൂമായേക്കാൾ ചെറുതോ പ്രായം കൂടിയതോ അല്ല. വലിപ്പത്തിലോ ചെറുപ്പത്തിലോ കുനൂമാകൾക്ക് അന്തരമോ വ്യത്യാസമോ ഇല്ല. യാതൊരു ഗ്നൂമായും നാമവും അവന്റെ നിത്യതയിൽ നിന്ന് ചെറുതോ അന്യമോ അല്ല. പിതാവെന്ന് പറഞ്ഞാൽ പുത്രനും റൂഹായും അവനിൽ നിന്നുള്ളവരാകുന്നു. പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവും റൂഹായും അവൻ മൂലമാകുന്നു അറിയപ്പെടുന്നത്. റൂഹ എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും അവനിൽ പൂർത്തിയായിരിക്കുന്നു. പിതാവ് ജനകനാകുന്നു, ജനിച്ചവനല്ല. പുത്രൻ ജനിച്ചവനാകുന്നു, ജനകനല്ല. പരിശുദ്ധ റൂഹ പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും പുത്രനിൽ നിന്ന് എടുക്കുന്നവനും പിതാവിന് സമസ്വഭാവിയും തുല്യ നിത്യതയുള്ളവനുമാകുന്നു. തനിക്ക് പെന്തക്കോസ്ത് ശുശ്രൂഷയുടെ ഒന്നാം ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും തമ്പുരാനെ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. നമ്മൾ ഇവിടെ കേട്ട ഇത് ഒരു ക്നൂമായും മറ്റൊരു ക്നൂമായേക്കാൾ ചെറുതോ വലുതോ അല്ല, പ്രായം കൂടിയതോ കുറഞ്ഞതോ അല്ല. ഇപ്പൊ ക്നൂമ എന്ന് പറഞ്ഞാൽ ഹൈപ്പോസ്റ്റാസിസ്, 3 ഹൈപ്പോസ്റ്റാസിസ് ആൻഡ് 1 ഊസിയ, 3 ക്നൂമാകൾ, ഒരു സാരാംശം. അതാണ് ദൈവിക തൃത്വം. ഞാൻ ദൈവിക ത്രിയേകത്തെ പറ്റി ഇതിനു മുമ്പ് ധാരാളം സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് അതിലേക്ക് പിന്നെയും പോകുന്നില്ല. 30 ലൈവ് ദൈവിക ത്രിയേകത്തെ കുറിച്ച് മാത്രം സോൺലി ഫോർ ഹോളി ട്രിനിറ്റി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ ലൈവ് വീഡിയോസ് ഓഫ് ഷിബു പീഡിയക്കൽ എന്ന ചാനലിൽ കാണാൻ പറ്റും ട്രിനിറ്റിയെ സംബന്ധിക്കുന്ന ക്ലാസ്സുകൾ. അന്ന് ഹോളി ട്രിനിറ്റിയെ പറ്റി ഞാൻ സംസാരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് ചോദിച്ചത്, ഇത് എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്, ഇത് എവിടെയാണ്? കാരണം ട്രിനിറ്റിയെ പറ്റി യാതൊരു എത്തും പിടിയും ഇല്ലാത്ത ആളുകൾ അപ്പൊ ചോദിക്കുക, എവിടെ നിന്നാണ് ഇങ്ങനെ കിട്ടിയത്, ട്രിനിറ്റിയെ പറ്റി ഇങ്ങനെ മനസ്സിലാക്കിയത്? ഒരു കാര്യം പറയുന്നത് മറ്റൊരിടത്തുനിന്നുമല്ല, സുറിയാനി സഭയുടെ പ്രാർത്ഥനകളിൽ നിന്ന്. ഈ പ്രാർത്ഥനകളിൽ നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്ന എല്ലാ പഠനങ്ങൾക്കും
വേണ്ട ആശയങ്ങൾ എടുത്തിരിക്കുന്നത്. ഈ പിതാക്കന്മാരുടെ എഴുത്തുകളിൽ എല്ലാ ഉപദേശങ്ങളുമുണ്ട്. ഇറ്റ് ഈസ് സോ റിച്ച്. അതുകൊണ്ട് ഇപ്പം നമ്മൾ കേട്ടല്ലോ, അപ്പോൾ ട്രിനിറ്റിയുടെ എല്ലാ രഹസ്യങ്ങളും എല്ലാ വിശദാംശങ്ങളും ഈ പ്രാർത്ഥനകൾക്കകത്തുണ്ട്. ആ പ്രാർത്ഥനകളെ അധിഷ്ഠിതമാക്കി എടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. അതുകൊണ്ട് 30 ക്ലാസ്സുകൾ, ഏകദേശം 35 മണിക്കൂറിലധികം ഉള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കേൾക്കാൻ കഴിയും. അത് ലൈവ് വീഡിയോസ് ഓഫ് ഷിബു പീഡിയക്കൽ എന്ന യൂട്യൂബ് ചാനലിൽ ഹോളി ട്രിനിറ്റി എന്ന പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. അത് നോക്കുക. അതിൽ ട്രിനിറ്റിയെ സംബന്ധിക്കുന്ന ക്ലാസ്സുകളുണ്ട്. അത് ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പെന്തക്കോസ്തിയുടെ പെരുന്നാൾ ദിവസങ്ങളിലേക്ക് പോകുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും മറ്റു ചില ബ്യൂട്ടിഫുൾ പ്രേയേഴ്സ് ആൻഡ് സോങ്സ് നമ്മൾ ലിസൺ ചെയ്യും. വളരെ മനോഹരമായ പ്രാർത്ഥനകൾ, വളരെ അർത്ഥവത്തായ ഗാനങ്ങൾ, ഇത് നമ്മൾ അടുത്ത ആഴ്ച കേൾക്കും. ഈ വീഡിയോസ് നിങ്ങൾ കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്യുക. ഇത് അടുത്ത ആഴ്ചത്തെ പ്രാർത്ഥനകൾ കേൾക്കാനും അതിൻ്റെ അർത്ഥങ്ങൾ ഗ്രഹിക്കാനും താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അത് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.